ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CHSL 2024 വേണ്ടി മെൻസുറേഷൻ 3D എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അരിത്തമെറ്റിക് മാത്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് കഴിഞ്ഞു. അതിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് CHSL 2024 ക്രാഷ് കോഴ്സിലെ. അപ്പോൾ അതിൽ നമ്മൾ ട്രിഗ്നോമെട്രി കഴിഞ്ഞു, മെൻസുറേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ഓൾജിബ്ര ഉണ്ട്, അതേപോലെ ജോമെട്രി ഉണ്ട്. അതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് മെൻസുറേഷൻ 3D നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തു. നമ്മൾ മെൻസുറേഷൻ 2D നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തു. ഇന്ന് നമ്മൾ മെൻസുറേഷൻ്റെ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ എക്സാംസിനുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇതിലെ ക്ലാസ്സുകൾ കണ്ട് ഡെമോ ക്ലാസ് കണ്ടിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് CHSLൻ്റെ പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ വന്നിട്ടുണ്ട് 1386. അപ്പോൾ റെഗുലറായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എന്തായാലും എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആദ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. നന്നായിട്ട് നോട്ട് എഴുതി പഠിച്ചിട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയാണ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്ത് മിനിമം 20 ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. 10 to 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ വന്നിട്ടുണ്ട്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഇപ്പോൾ മെൻസുറേഷൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻസുറേഷൻ, ജോമെട്രി എന്നീ ഓൾജിബ്ര എന്നീ ടോപ്പിക്കുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർമുല നന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അപ്പോൾ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്താണെന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പോൾ 4πr² വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. അതിലുള്ള R ആണ് വേണ്ടത്. അപ്പോൾ പൈയുടെ വാല്യൂ 22/7 അറിയാം. അപ്പോൾ 2 × 4πr² എന്ന് പറഞ്ഞാൽ 4 × 22/7 ആണ്. അപ്പോൾ അതിനെ × R² ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1386നെ 4 × 22 എന്ന് പറഞ്ഞാൽ 88 ആണ്. ഡിവൈഡഡ് ബൈ 88. അപ്പം ഡയറക്റ്റ് ഇവിടെ 88 × 7 എന്നിട്ട് എന്താണ്, അതാണ് R² വാല്യൂ. നമുക്ക് R-ന്റെ വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ റൂട്ട് ആയിരിക്കും. അപ്പോൾ 1386/88 × 7 ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെറുതാക്കാൻ പറ്റുന്ന രീതി ചെറുതാക്കാം. 22 നിങ്ങൾക്ക് 11 വെച്ച് കിട്ടാം, അല്ലെങ്കിൽ 22 വെച്ച് കിട്ടുമ്പോൾ 4 വരും. 22 വെച്ച് കിട്ടുമ്പോൾ 22 6 132 ബാക്കി 66/22 3 ആണ്. ഓക്കെ, ഇപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ താഴെ 2 ആണ്. 4 റൂട്ടിന് വരുമ്പോൾ 2 ആണ്. 63 റൂട്ടിന് വരുത്തുമ്പോൾ എത്രയാണ്? അപ്പോൾ നമുക്ക് പോയിന്റ് ആയിരിക്കും വരുന്നത്. 63 എന്ന് പറഞ്ഞാൽ 9 × 7 ആണ്. അപ്പോൾ 9ന്റെ റൂട്ട് വരുമ്പോൾ 3ഉം 7ന്റെ റൂട്ട് വരുമ്പോൾ 7 × 7 റൂട്ട് വരുമ്പോൾ 7ഉം. അപ്പോൾ 21/2 10. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാവുന്ന 1386/88 × 7. അപ്പോൾ ഇനി ഇതിന്റെ റൂട്ടാണ് വേണ്ടത്. 22 വെച്ച് കിട്ടുമ്പോൾ 4 വന്നു, ഡിവൈഡഡ് ബൈ 2 വന്നു. മേളിൽ എന്ത് വരും? ഇതെന്ന് പറഞ്ഞാൽ 22 × 6 132 ബാക്കി 66 22 3 വട്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ 4 × 22 4πr² = 1386, R² = 1386/22 × 4 × 7 എന്നിട്ട് 4 വെച്ച് ഇത് വെട്ടി 22 വെച്ച് ഇത് വെട്ടി, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നോക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ വേറെ എവിടത്തെ ക്ലാസ് വേണമെങ്കിലും നോക്കിക്കോ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരത്തില്ല. പക്ഷേ ഇത് ചെയ്യുന്ന ഒരാൾ, ഇതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് സെറ്റ് ആവേണ്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഡെയിലി മാത്സിന്റെ എക്സസൈസ് നിങ്ങൾക്ക് എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. എ സോൾഡ് സ്പിയർ ഓഫ് വോളിയം ഇത്രയും ഈസ് മെൽറ്റഡ് ആൻഡ് സോൾഡിഫൈഡ് ഇൻ n നമ്പർ ഓഫ് സ്മോളർ സ്പിയേഴ്സ് ഓഫ് സർഫസ് ഏരിയ ഇത്രയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ ഒരു സാധനം മെൽറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വോളിയം ഈക്വൽ ആക്കുവാണ്. അപ്പോൾ സ്പിയറിന്റെ വോളിയം ഇത്രയാണ്. അപ്പോൾ സ്പിയറിന്റെ വോളിയം ഇത്രയാണെങ്കിൽ 36 പൈ മീറ്റർ ക്യൂബ് ആണ് സ്പിയറിന്റെ വോളിയം. അത് എണ്ണം എന്താണ്, സ്മോൾ സ്പിയർ ഓഫ് സർഫസ് ഏരിയ 4π. സർഫസ് ഏരിയ 4π എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കാര്യം സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4πr². അപ്പോൾ സർഫസ് ഏരിയ ഓഫ് സ്പിയർ 4πr² ആകുമ്പോൾ ഇവിടെ R-ന്റെ വാല്യൂ, റേഡിയസിന്റെ വാല്യൂ എത്ര ആയെങ്കിലും പറ്റൂ, 1 ആയെങ്കിലും പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4/3 π × R³ 1ന്റെ ക്യൂബ് ആയിരിക്കും. അപ്പോൾ പൈയും പോയി 4 വെച്ച് 9, n-ന്റെ വാല്യൂ 9 × 3 27. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് എന്താണ്, നിങ്ങളുടെ ആ ഒരു ഫോർമുല എത്രത്തോളം അറിയാം, നിങ്ങളുടെ മൈൻഡ് എത്ര സ്പീഡിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരിക, നിങ്ങളുടെ പ്രാക്ടീസ് സെറ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ക്രാഷ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഓരോ ചാപ്റ്റർ ഇത് എനിക്ക് തോന്നുന്നു 20ാമത്തെ എന്തോ ക്ലാസ് ആണ്. അപ്പം ഓരോ ക്വസ്റ്റ്യനും ഒരു മിനിമം 10-15 ക്വസ്റ്റ്യൻ തന്നെ ആയാലും 300 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു 300 ക്വസ്റ്റ്യൻ്റെ പ്രാക്ടീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സുകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. 300 അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് യൂസ്ഫുൾ ആക്കുന്നവർക്ക് അത്രയും ഗുണമായിരിക്കും. നിങ്ങൾ എത്ര പേര് കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. ആദ്യം കണ്ട എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അവർക്ക് അതിന്റെ ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, എ സ്ഫിയറിക്കൽ മെറ്റൽ ഓഫ് റേഡിയസ് 10 cm is molten എന്ന് പറഞ്ഞാൽ മെൽറ്റഡ് ആൻഡ് മേഡ് ഇൻടു 1000 സ്മോളർ സ്പിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്.
ഇൻ ദിസ് പ്രോസസ് ദ സർഫസ് ഏരിയ ഓഫ് ദ മെറ്റൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ. ഇപ്പോൾ മെറ്റലിന്റെ സർഫസ് ഏരിയ എത്ര ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിവിടെ നോക്ക്, നമുക്ക് സ്പെറിക്കൽ മെറ്റലാണ്. അപ്പോൾ ഇത് മോൾട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്തായാലും മോൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വോളിയം ഈക്വലാണ്. അപ്പോൾ സ്പെറിക്കൽ മെറ്റലാണ് 4/3 പൈ ഇൻറ്റു 10ന്റെ ക്യൂബ്. 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് വോളിയുള്ള സാധനം. 1000 എണ്ണമാണ് 1000 സ്മോളർ സ്പിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. ഈക്വൽ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ 4/3 പൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, സ്പിയർ ആണ്. ഇവിടെയും 4/3 പൈ ഉണ്ട്, അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടുത്തെയും വെട്ടിപ്പോവും. പൈ ഇൻറ്റു ആ സ്പിയറിന്റെ എന്ത് കിട്ടും, റേഡിയസ് കിട്ടും, ആർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ 1000 പോയി, ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 സെന്റിമീറ്റർ കിട്ടി. അതായത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു സ്പെറിക്കൽ മെറ്റൽ സാധനം, അതായത് 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്പിയർ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സ്പിയറുകളാക്കി 1000 സ്പിയറുകളായിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇൻ ദിസ് പ്രോസസ് ദ സർഫസ് ഏരിയ ഓഫ് ദ മെറ്റൽ ഇൻക്രീസ്ഡ് ബൈ. അപ്പം ഇതിന്റെ പുതിയ സർഫസ് ഏരിയ, നേരത്തെ സർഫസ് ഏരിയ എത്രയായിരുന്നു, 10 വെച്ചിട്ട് അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ലാർജ് സ്പിയർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 4πr² ആയിരുന്നു. അതായത് 4000 എത്ര ടൈംസ് ആവുന്ന, അപ്പം 4πr², അതായത് 10ന്റെ സ്ക്വയർ 100, 400 പൈ ആയിരുന്നു. 400 പൈ ആയിരുന്നു ഏരിയ. ഇപ്പൊ എത്രയായി, 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഇൻറ്റു 4πr². 4πr². ആറിന്റെ വാല്യൂ എത്രയാണ്, ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 4πr² അത് എത്രയായി, 4000 പൈ ആയി. അതായത് 400 പൈ ഉള്ള സാധനം എത്രയായി, 4000 പൈ ആയി. എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 3600 പൈ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ടൈംസ് ആണ് ഇൻക്രീസ്ഡ് ബൈ, എത്ര ടൈംസ് ആണ്, 400ന്റെ 9 ടൈംസ് അല്ലേ. 400 ടൈംസ് അല്ലേ 3600, 400ന്റെ 9 ടൈംസ് കൂടിയാണ് എന്തായത്, അത് അതിന്റെ 10 ടൈംസ് ആയത്. അപ്പോൾ 10 ടൈംസ് അല്ല, നോ ചേഞ്ചിന് പകരം 10 ടൈംസ് കൊടുത്താൽ നിങ്ങൾ 10 ടൈംസ് എഴുതോ, ഇല്ല 10 ടൈംസ് അല്ല ആൻസർ. കാര്യം എത്ര ഇൻക്രീസ് ചെയ്തു, 400 നിന്നും 1000 ആയി, അല്ലെങ്കിൽ 4000 ആയി. റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:10 ആണ്. അതായത് എത്ര ടൈംസാണ് കൂടിയത്, 1ന്റെ 9 മടങ്ങ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയ സ്വന്തമായിട്ട്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ക്യൂബോർഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയഗണൽ ലെങ്ത്. അപ്പോൾ ആദ്യം എന്ത് വേണം, നമുക്ക് ഇതിന്റെ ഫോർമുലാസ് അറിയണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഓഫ് എ ക്യൂബോർഡ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 10 × 5 50 ആയി. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 50 ഈക്വൽ ടു 50√19 ആണ്. അപ്പോൾ 50 വെട്ടിപ്പോയി, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √19 കിട്ടി. ഇതിന് ഒരു ആവശ്യമില്ല പെയിൻ എടുക്കേണ്ടത്. ഇനി ഡയഗണൽ ഓഫ് എ ക്യൂബോർഡ് എന്ന് പറഞ്ഞാൽ √L² + B² + H² ആണ്. ഇതെല്ലാം പഠിക്കണം. ഇതിന്റെ ഫോർമുലാസ് എല്ലാം പഠിച്ചെങ്കിലേ പറ്റൂ. അപ്പോൾ 10ന്റെ സ്ക്വയർ √10ന്റെ സ്ക്വയർ 100, 5ന്റെ സ്ക്വയർ 25, 125, പിന്നെ √19ന്റെ സ്ക്വയർ 19 ആണ്. അപ്പോൾ 125ഉം 19ഉം 144. 144ന്റെ റൂട്ട് എത്രയാണ്, 12 ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരാൾ കമന്റ് ചോദിക്കുന്നുണ്ട്, കുറേ പേര് പറയുന്നു 15 മിനിറ്റിൽ ചെയ്ത് തീർക്കണം 25 ക്വസ്റ്റ്യൻ. അപ്പോൾ 15 മിനിറ്റിലോ നിങ്ങൾക്ക് അതിൽ കുറച്ച് സമയത്തോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ ചെയ്യണം, ഇതുപോലുള്ള മെത്തേഡ്സ്, ഞാൻ ക്ലാസ്സിൽ പറയുന്ന മെത്തേഡ്സ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ ഒന്നുമില്ല, വേറെ മാജിക് ഒന്നുമല്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. From a solid right circular cylinder with height 9 cm, base 5 cm, a right circular cone of the same height and same base is removed. The volume of the remaining solid ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ വോളിയം എത്ര നോക്കൂ, ഹൈറ്റ് 9ഉം ബേസ് 5 ആണ്, ബേസ് റേഡിയസ് 5 ആണ്. അപ്പോൾ πr² ആണ് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പൈ ഇൻറ്റു ഹൈറ്റ് റേഡിയസിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 × 9 225. അതായത് 225 പൈ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അപ്പോൾ നമ്മുടെ ആൻസർ ഇതല്ല, ഇതിൽ കുറവായിരിക്കും. അതിനകത്ത് എന്ത് ചെയ്തു, ഒരു കോൺ എടുക്കുന്നു, സെയിം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ് ഹൈറ്റ്, ബേസ് എന്താണ് സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് പേനയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളെ ബേസ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ഒരു സിലിണ്ടറിന്റെ 1/3 പാർട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു സിലിണ്ടറിന്റെ 1/3 പാർട്ടായിരിക്കും നമ്മുടെ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൽ നിന്നും അതേ ഹൈറ്റും അതേ ബേസും ഉള്ള ഒരു കോൺ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് കാണും, നേരത്തെ ഉണ്ടായിരുന്ന സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ് പോയത് അല്ലേ. 1/3 πr² അല്ലേ സിലിണ്ടറിന്റെ വോളിയം, πr² അല്ലേ. അപ്പോൾ ആ 1/3 പൈ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 2/3 πr². അതായത് നേരത്തെ ഉണ്ടായിരുന്ന സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 2/3 പാർട്ട് കാണും. 225 പൈയുടെ 2/3 വേണം. അപ്പോൾ 225/3 എന്ന് പറയുമ്പോൾ 75 ആണ്. 75 × 2 എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ 150 പൈ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്നും ചെയ്തു നോക്കേ, ഞാൻ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും വേഗം ചെയ്തേ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കമൻ്റായിട്ട് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. കമൻ്റായിട്ട് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സുകൾ ചെയ്യാൻ എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമൻ്റായിട്ട് അത് പറയാൻ പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ
നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തേ. യെസ്, ക്വസ്റ്റ്യൻ ഓക്കെ. ഇഫ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് 4 times the volume of sphere, find the ratio of radius of sphere and hemisphere. അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ 4 times the volume of sphere എന്ന് പറഞ്ഞാലേ സ്പിയറിൻ്റെ റേഡിയസ് ആണ് വേണ്ടത്. അപ്പം സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 4/3 πr3. അപ്പോൾ 4/3 ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 2/3 πr3. അപ്പോൾ /3 പൈയും ഇവിടുത്തെ /3 പൈയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, ആ 4 വേണ്ട, ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. ഇവിടെ 4 ഉണ്ട്, ഇവിടുത്തെ 4 വേണ്ടി പോകും. /3 πr3 ഇവിടെ ക്യാപിറ്റൽ R³ ബൈ ഇവിടുത്തെ സ്മോൾ R³. ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും, ഇവിടുത്തെ 4/3 പോയി 2 πr³ ആണ്, 2 എന്ന് കിട്ടും. 2/1 ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ്, ഓക്കെ നമുക്ക് എവിടെയെങ്കിലും തെറ്റിയോ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് 4 times ദ വോളിയം. തിരിച്ചാണ്. ഓക്കെ തിരിച്ചാണ്. അപ്പോൾ അത് എഴുതേണ്ടി വരും. ഒന്നുമില്ല, അത് ചുമ്മാ എഴുതിയാൽ മതി, പൈ എഴുതാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ അതായത് 2/3 π സ്മോൾ R³ ഈക്വൽ ടു 4 times ദ വോളിയം ഓഫ് പൈ ഞാൻ എഴുതുന്നില്ല, 4/3 π R³. ഇപ്പോൾ 3 പോയി, ഇത് 2 എന്ന് വന്നു. എന്താ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സ്പിയർ ആൻഡ് ഹെമിസ്ഫിയർ. അപ്പം സ്മോൾ r ബൈ ഓക്കെ തെറ്റിയോ, R³ ആണല്ലോ. അപ്പോൾ R³ ബൈ സ്മോൾ R³ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. അപ്പോൾ ക്യൂബിൻ്റെ റേഷ്യോ അല്ലേ നമുക്ക് വരുന്നത്, 1:√2. ഓക്കെ, ഇവിടെ ഒരു 4 ഉണ്ട്. യെസ്. അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ആ ഒരു തിരിഞ്ഞു പോയതാണ് പ്രശ്നം വന്നത്. കുഴപ്പമില്ല. ഒരു 4 ഉണ്ടല്ലോ, 4 times ഉണ്ടല്ലോ, 4 times 4/3. അപ്പം R³ ബൈ സ്മോൾ R³ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/8 എന്ന് കിട്ടും. പ്ലസ് R/R എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യൂബിലോട്ട് എടുക്കുക, 1:2. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, 1:2. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. ഓക്കെ, ആ ഫോർമുലാസ് ഒന്ന് നോക്കിക്കോളാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്ത് കിട്ടും, എ സിലിണ്ടറിക്കൽ വെസൽ വിത്ത് റേഡിയസ് 6 cm, ഹൈറ്റ് 5 cm is to be made by melting a number of spherical metal balls of diameter 2 cm, minimum number of balls. അപ്പോൾ രണ്ടിൻ്റെ വോളിയം എന്താണ്, ഈക്വൽ ആണ്. പൈ ഇത് എന്താണ്, സ്പെരിക്കലാണ്, അവിടെ പൈ ഉണ്ട്. R² 36 × 5 180 ഈക്വൽ ടു n ഇൻറ്റു സ്പെരിക്കൽ 4/3. അപ്പോൾ ഇവിടെ എന്ത് വരും, 3/4 വരും. പൈ വേണ്ട, R³ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 2 cm കഴിഞ്ഞാൽ മറ്റേത് എത്രയാണ്, 1 cm ആണ്. അപ്പം 1 cm നോക്കേണ്ട കാര്യമില്ല. അപ്പം 45 × 3 135 എന്ത് കാണണം, നമ്പർ ഓഫ് ബോൾസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനത്തെ ഒരു എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സിലിണ്ടർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വുഡൻ പീസ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് ഈസ് ഡിവൈഡ് ഇൻറ്റു 5 equal parts by cutting it with 4 cuts perpendicular to length, and it turns out that each piece is a cube of volume 27 cm cube. What is the total surface area of cuboid? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. അതായത് എന്താണ്, ഒരു ക്യൂബോയിഡ് വലിയൊരു ക്യൂബോയിഡാണ്. യെസ്, ഫുള്ള് വരയ്ക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ബാക്കിലോട്ടുള്ള ക്യൂബോയിഡാണ്. എത്ര കട്ടാണ്, 4 കട്ട്. ഓക്കെ, 1 5 പാർട്ടാക്കും, 3 1 2 3 4 5. ഓക്കെ, ഇത്രയും മതി. യെസ്, ഓക്കെ, യെസ്, ഇത് ഫിഗർ വെച്ച് തന്നെ പറഞ്ഞു തരുന്നത് നല്ല ക്വസ്റ്റ്യനാണ്. അപ്പം ഇങ്ങനെ 5 പാർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുവാണ്, കട്ട് ചെയ്യുവാണ്. അപ്പോൾ 5 equal part cutting into 4 cuts perpendicular length, അങ്ങനെ 5 പാർട്ടാക്കി. ഈച്ച് പീസ് എ ക്യൂബ് ഓഫ് വോളിയം 27 cm ക്യൂബ്. അതായത് ഇതൊരു ക്യൂബാണ്, അടുത്ത ഇതൊരു ക്യൂബാണ്. ഇപ്പോൾ ക്യൂബിൻ്റെ എല്ലാം ക്യൂബാണ് വിത്ത് 27 cm ക്യൂബ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 3 cm എല്ലാം എന്താണ്, എല്ലാ ക്യൂബിൻ്റെ സൈഡ് 3 cm ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ക്യൂബോർഡ് എന്താ, ഇത് ക്യൂബോർഡാണ്, കുറേ ക്യൂബ് ചേർന്ന ക്യൂബോർഡ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് എത്ര വരും, 5 ഇങ്ങനെ 5 × 3 15 വരും. ബാക്കിയെല്ലാം എന്തായിരിക്കും, ഹൈറ്റും 3 ആയിരിക്കും, ബ്രെഡ്ത്തും 3 ആയിരിക്കും. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്, വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോർഡ്. ക്യൂബോർഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താ, 2 × LB + BH + LH ആണ്. ഇപ്പോൾ 2 × LB എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 15 × 3 45. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ BH എന്ന് പറയുമ്പോൾ 3 × 3 9, 45 9 54. പിന്നെ BH LH എന്ന് പറഞ്ഞാൽ
15 ഗുണം 3 45. ഓക്കെ, 2 45 ഒരു 9, അതായത് 90 99. 99 ഗുണം 2 198 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ന് പറയുന്നതിന്റെ സർഫസ് ഏരിയ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. The 4 walls of a room with the dimension തന്നിട്ടുണ്ട് are to be white washed at the rate of 2 per meter square. അതായത് മീറ്റർ സ്ക്വയറിന് 2 രൂപ വെച്ച് എന്ത് ചെയ്യണം, പെയിന്റ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് വേണം. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഏരിയ ഉണ്ടോ അതേ ഇൻറ്റു അതിൻ്റെ കോസ്റ്റ് ആണ്. നമുക്ക് എന്ത് വേണം, ഏരിയ ഓഫ് 4 walls എന്ന് പറഞ്ഞാൽ എന്താ, 2 × L + B × H ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ആയിരിക്കും. L + B എന്ന് പറഞ്ഞാൽ 15 × 2 12 15 27 ഇൻറ്റു ഹൈറ്റ് 2 × L + B × H ആണ് നമ്മുടെ ഏരിയ ഓഫ് 4 walls. ഇതൊക്കെ നമ്മൾ ബേസിക് ക്ലാസ് ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇൻറ്റു 2 വേണം. അപ്പോൾ 40 2 80 80 × 27 ആണ്. ഇപ്പോൾ 0 കാണും 8 7 56 6 0 അവസാനിക്കും. ഓപ്ഷൻ ഡി. കഴിഞ്ഞു. കാൽക്കുലേഷനൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ഏരിയ ഓഫ് 4 walls എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് 4 wall എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 4 wall. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിപ്പിക്കുന്നതാണ്. എന്താണ് 2 × L + B × H. ഓക്കെ, അതൊക്കെ പഠിച്ചവർക്ക് ഇതെന്തായിരിക്കും നല്ലൊരു റിവിഷനാണ്. ഒരു ഹെമിസ്ഫെറിക്കൽ ഡോം ഓഫ് ടോംബ് ഹാവിംഗ് എ ഡയമീറ്റർ ഈസ് ടു ബി പെയിന്റഡ്. If the cost of painting is 20 paise per centimeter square, what is the cost of the painting the dome from inside? അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഹെമിസ്ഫെറിക്കൽ ഡോം ആണ്. ഓക്കെ, അതിനെ 20 പൈസ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് പൈസ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോസ്റ്റ് എന്താണ് ഒന്ന് ചെയ്ത് നോക്കിയാൽ, പെയിന്റ് അടിക്കണം. നമുക്ക് സർഫസ് ഏരിയ വേണ്ടത്. ഓക്കെ, ഇത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, കാര്യം അകത്ത് മാത്രം അടിച്ചാൽ മതി, ഇൻസൈഡ് അകത്ത് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ആണ് വേണ്ടത്. കർവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 × 22/7 × r. റേഡിയസ് എത്രയാണ്, 3.5 ഡയമീറ്റർ ആണ്. 7/2 ഡയമീറ്റർ ആണ്. അതിന്റെ പകുതി 7/4. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഇത്രയും മീറ്റർ ആണ് 2πr r². 2πr² ആണ്. 2πr² ആണ് ഇൻറ്റു. ഓക്കെ, ഇത്രയാണ് അതിന്റെ എന്താന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ. അതേ ഇൻറ്റു എത്രയാണ്, ഇത്ര സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ, നമുക്ക് മീറ്ററിൽ അടക്കുന്നത്. അപ്പം മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി ഇത്രയും മീറ്റർ സ്ക്വയർ ഇതിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി എന്താണ്, മീറ്ററിന് സെന്റിമീറ്റർ 100 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ ഇതിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ എത്രയാണ്, 1000 കൊണ്ട് ഗുണിക്കണം. 2 0 ഇൻറ്റു 20 പൈസ പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ എത്ര രൂപയിൽ ചോദിക്കുന്നത്, 20 പൈസ എന്ന് പറഞ്ഞാൽ 1/5 പൈസയാണ്, അല്ലെങ്കിൽ 20/100. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് DT സം അപ്ലൈ ചെയ്താലോ. DT സം അപ്ലൈ ചെയ്യാം. 5 4 പറ്റും. 7 7 പോയി, 4 4 16 7 7 5 35 8 8 കൊണ്ട് മേളിൽ ഗുണിക്കുക. 8 7 56 56 11 2 2 4 4 2 8 8 2 16 7. DT സം 7 വരുന്ന ഓപ്ഷൻ ഉണ്ട്. 13 13 3 16 7 ആണ്. 8 ഇതല്ല, 13 2 15 ഇതല്ല, 2 5 7. ഓക്കെ, ഇത് 13 3 16. ഓക്കെ, ഇത് 7 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 25. ഓക്കെ, 8500 5000. ഓക്കെ, ഇതിനകത്തൊന്നുണ്ട് 5 വെച്ച് വെട്ടിയാൽ പോലും വേറെ 5 ഉണ്ടോ, 5 വെച്ച് വെട്ടിയാൽ പോലും ഇത് എത്ര വരും, 2000 ഉണ്ട്. 2000 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട് 125 ഉണ്ട്. 125 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 625 ഉണ്ട് അല്ലേ, 625 ഉണ്ടോ, ഇല്ല, 125 ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കേണ്ടി വരും. ഏതിൻ്റെ മൾട്ടിപ്പിൾ വരുമെന്ന്. 11ന്റെ മൾട്ടിപ്പിൾ. അതാ ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. ഓക്കെ, 5 3 8 8. ഓക്കെ, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ DT സം 7 വരും. ആൻസർ എന്തായിരിക്കും, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 22നെ മറക്കരുത്. വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 22 11ന്റെ മൾട്ടിപ്പിൾ നോക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എന്താണ്, ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് കിട്ടും. യെസ്, അത് മനസ്സിലായല്ലോ. ഇതിനെ പെയിന്റിംഗ് ഡോം ഫ്രം ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള ആ ഒരു എന്ത് മതി, കർവ്ഡ് സർഫസ് ഏരിയ, അകത്തുള്ള ഈ ഒരു സർഫസ് ഏരിയ മാത്രം മതി. ഇപ്പോൾ ടോട്ടൽ താഴെയും കൂടെ വരുമ്പോഴാണ് ഈ ഒരു ഭാഗം കൂടെ വരുമ്പോഴാണ് 3πr² വരുന്നത്, ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കേട്ടോ. യെസ്, ഇതൊക്കെ നമ്മൾ ബേസിൽ പഠിക്കുന്നതാണ്. യെസ്, വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി ഫിറ്റ് ഇൻ എ ബോക്സ് ഓഫ് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആണ് √ ഓഫ് ഇൻറ്റു സ്ക്വയർ 28 സ്ക്വയർ L² + B² + H² ആണ് നമ്മുടെ ഡയമീറ്റർ ഓഫ് ക്യൂബോയിഡ്. അപ്പോൾ 28 സ്ക്വയർ 784 784 16 784 16 800. ഓക്കെ, തെറ്റിയോ, 784 784 16. ഓക്കെ, 784
54 16 ഓക്കെ 900 വരെ. ഓക്കെ 800 900 എന്ന് പറഞ്ഞാൽ 30. ഓക്കെ ഈസി അടിച്ചാൽ. യെസ്. ഡയമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കിളിലെ കോൺ 60 സെന്റിമീറ്റർ ഹൈറ്റ് വന്നിട്ട് കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്നാൽ പൈ ആർ എൽ ആണ്. പൈ എന്ന് പറഞ്ഞാൽ പൈ അവിടെ ഉണ്ട്, 6 റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 ഇൻറ്റു എൽ. എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ 60 16 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 വെച്ചിട്ടുമ്പോൾ 15 4 15 4 ഒന്നും അല്ലല്ലോ, ഇല്ലല്ല, നമുക്കത് ചെയ്യേണ്ടി വരും. 60 16 60 30 16 30 16 ആകുമ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ കോമൺ ആയിട്ട് 4 എടുക്കുമ്പോൾ 4 4 4 2 2ആകുമ്പോൾ 8 15 8 17 അല്ലേ, 15 225 64 17 15 8 17 ആണ് ട്രിപ്ലറ്റ്. അതായത് ഇതിനകത്ത് എന്ത് കാണും, നമ്മുടെ ഈ എല്ലിനകത്ത് പൈ ഇൻറ്റു ആർ ഇൻറ്റു എല്ലാണ്. പൈ ഓൾറെഡി ഉണ്ട്, റേഡിയസ് 30 ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾറെഡി ഇതിനകത്ത് നമ്മൾ 2 വെച്ചോട്ടെ, 2 എന്തായാലും കാണും. പിന്നെ ബാക്കി എത്ര ആയിരിക്കും, 15 8 അടുത്ത് എന്തായിരിക്കും 17. ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഫൗണ്ടേഷനിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ട്രിപ്ലറ്റ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, യൂട്യൂബിലും ഉണ്ട്. പൈ ഇൻറ്റു 30 ഇൻറ്റു 2 17 34 3 102 102 ഒരു 0. ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഫ്രസ്റ്റം ഓഫ് ദ കോൺ തന്നിട്ടുണ്ട്, പെരിമീറ്റേഴ്സ് ഓഫ് ദ സർക്കുലർ ബേസ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഫ്രസ്റ്റം. ഇപ്പോൾ ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മേളിലും താഴെയും 2 ഒരു കോണിനെ കട്ട് ചെയ്ത ആ ഒരു ഫിഗറിനാണ് നമ്മൾ ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെരിമീറ്റേഴ്സ് 20 12 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, 2 റേഡിയസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ താഴത്തെ വലുതിൻ്റെ 2πr ആണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2π ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ് 20. അപ്പോൾ ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തൊരു 2π ഇൻറ്റു ക്യാപിറ്റൽ ആർ 20. അപ്പോൾ 2 ഇതൂടെ 10 എന്ന് വരും നമ്മുടെ ക്യാപിറ്റൽ ആർ. ഇനി മേളിലുള്ള ഇങ്ങനെ ആയിരിക്കും ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ട് നിങ്ങളത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സ്മോൾ എന്ത് വരും, 2πr, അതിൻ്റെ വാല്യൂ 12 ആണ്. 2 12 കൂടി 6 6/π എന്ന് വരും, 6/π വരും നമ്മുടെ ഇത്. ഇപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, കർവ്ഡ് സർഫസ് ഏരിയ ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ പ്ലസ് പൈ ഇൻറ്റു പൈ ആറിലാണ് നോർമൽ കോണിൻ്റെ, ആർ പ്ലസ് ആർ ഇൻറ്റു എല്ലാണ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും, പൈ ഇൻറ്റു ആർ പ്ലസ് ആർ 10/πയും പ്ലസ് 6/π 16/π ഇൻറ്റു 8 എത്രയാണ് സ്റ്റാൻഡ് ഹൈറ്റ് 8 ആണ്, ഇൻറ്റു 8 അതെന്ത് വരും 16 × 8 128 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും. പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഫസ്റ്റ്. അപ്പോൾ 128. ഈ ഫോമുലാസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. സർഫസ് ഏരിയ ഓഫ് 2 സ്ഫിയേഴ്സിൻ്റെ റേഷ്യോ, അത് റേഷ്യോ ഓഫ് ദ റേഡിയസ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സ്ക്വയറിൻ്റെ ഇതിലാണ് അല്ലേ, 4πr². 4π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ റേഷ്യോ ആണ് വന്നിട്ടുള്ളത്. ഇത് ആറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ആയിരിക്കും 9:5. ഓപ്ഷൻ ഡി നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ സിലിണ്ടർ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വോളിയം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് റേഷ്യോ എടുത്തെങ്കിലും വരത്തുള്ളൂ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, 2πr/2πr/ഉം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr × r+h. അപ്പോൾ 2πr/ഉം 2πr × r+h. ഇപ്പോൾ 2πr/നകത്ത് h മാത്രം കാണും, 2πr ും 2πr വെട്ടിപ്പോയി r+hന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 616/924 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഡിഫറൻസ് എടുത്ത്, ചിലപ്പോൾ അതുകൊണ്ട് വെട്ടായിരിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 300 308 × 2 308 × 3 ആണ് അല്ലേ, 308 × 3 ആണ്. അപ്പോൾ ഇതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റും. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അത് വെച്ച് വെട്ടിയാൽ മതി. 308 കൊണ്ട് വെട്ടിയാൽ 308 × 2 308 × 3 ആണ്. അങ്ങനെയാണ് ഇവന്മാർ തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് 2 യൂണിറ്റ് ആണെങ്കിൽ ഹൈറ്റും റേഡിയസോട് കൂടുന്ന 3 യൂണിറ്റ്, അതായത് റേഡിയസ് എത്ര യൂണിറ്റ് ആയിരിക്കും, 1 യൂണിറ്റ് ആയിരിക്കും. അതായത് റേഡിയസ് എക്സ് ആണെങ്കിൽ ഹൈറ്റ് എത്രയാണ്, 2x ആണ്. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ റേഡിയസിൻ്റെ ഹൈറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 616 എടുക്കാം. 616 = π എന്ന് പറഞ്ഞാൽ 22/7 ആണ്. അത് 7/22 ആക്കി പൈ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ, r എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ, എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുമ്പോൾ 2x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 വെച്ചിട്ട് ഇവിടെ വെട്ടാമോ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തോന്നുന്നു, ഈ 2 ന് താഴെ ഇത് 44 ആവും. അപ്പോൾ 44 × 1 ബാക്കി 44 176 47 × 4 14 ഓക്കെ, നമുക്ക് റൂട്ടൊക്കെ വന്നല്ലോ. തെറ്റിയോ x³ ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയോ എന്ന് ഡൗട്ട് നോക്കാം. ഒന്നുകൂടെ ഒന്ന് എഴുതാം. യെസ്, ഓക്കെ നോക്കാം. യെസ്, നമുക്ക് ഇതുവരെ കിട്ടിയല്ലോ, എക്സും മറ്റേത് h2x. ഓക്കെ, അപ്പോൾ 2πr/, 2 × 22/7 × r എന്ന് പറഞ്ഞാൽ എക്സ്, ഓക്കെ, ഇൻറ്റു h. ഓക്കെ, അങ്ങനെ ആയിരുന്നുണ്ട് ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇതിൻ്റെ വാല്യൂ 2πr/ൻ്റെ വാല്യൂ ആണ് കണ്ടുള്ളത് 616. നമുക്ക് എന്ത് വേണം, എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ 2 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ 22 44 വെച്ച് കിട്ടുമ്പോൾ 44 × 1 ബാക്കി 176 4 ഇൻറ്റു 7 പോവും. ഓക്കെ, 7 ഇവിടെ പോകുമ്പോൾ 2 ഇവിടെ പോകുമ്പോൾ ഇവിടെ 7 ആയി.
7 ഇങ്ങോട്ട് പോയി. ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 7 × 7 എക്സ് എന്ന് പറഞ്ഞാൽ 7 കിട്ടി. ഇപ്പോൾ റേഡിയസ് എത്രയാണ്? 7ഉം ഹൈറ്റ് 14ഉം. നമുക്ക് ഇതിൻ്റെ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, കാര്യം πr² h ആണ്. ഇനി നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കാം. 5 10 10. ഓക്കെ, നോക്കാം. 22/π r², 7ൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയർ ഒരു 7 പോയി 7ൻ്റെ സ്ക്വയർ ഇൻറ്റു h എത്രയാണ്? 14. അപ്പോൾ നമ്മുടെ ആൻസർ 8 8 2 16 6ൽ അവസാനിക്കും. 2 ഓപ്ഷൻ ഉണ്ട്. 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7 7 ഇനി 7ൻ്റെ മൾട്ടിപ്പിൾ. ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 2 9 1 വട്ടം 26 7 അല്ല. 7ൻ്റെ മൾട്ടിപ്പിൾ ഇതായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ആൻസർ 11ൻ്റെ മൾട്ടിപ്പിളും അതുപോലെ 7ൻ്റെ മൾട്ടിപ്പിളും യൂണിറ്റ് 6 ആയിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ആ ഒരു വഴി മറക്കരുത് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് കർവ് സർഫസ് ഏരിയ, ടോട്ടൽ. ഓക്കെ, സെയിം ക്വസ്റ്റൻ അല്ലേ? 2156. ഓക്കെ, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റൻ. ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോർഡ് ഓഫ് ലെങ്ത് 90 cm, ബ്രെഡ്ത്ത് ഓക്കെ, ഹൈറ്റ് ഓക്കെ മീറ്ററിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോർഡ് എന്ന് പറഞ്ഞാൽ 2 × LB. LB എന്താണ്? മീറ്റർ കൊടുക്കണം. LB എന്ന് പറഞ്ഞാൽ 90. ഇത് 0.9 × 0.5. 0.9 × 0.5 എന്ന് പറയുമ്പോൾ 45. 0.45 അധികം B × H. 0.5 × 4. 0.5 × 4. 0.5 എന്ന് പറഞ്ഞാൽ 2 അധികം LH. 0.9 × 4. 0.9 × 4 എന്ന് പറയുമ്പോൾ 3.6. അതായത് 3.6ഉം 2ഉം 5.6ഉം 5.6ഉം 0.45. ഇപ്പോൾ 5.60ഉം 0.45ഉം 5.60ഉം 0.4 എന്ന് പറയുമ്പോൾ 6 ആയി. പിന്നെ 6.05. 6.05. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 12.1 ഓപ്ഷൻ ഡി. ഇപ്പോൾ കാൽക്കുലേഷൻ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ കാൽക്കുലേഷൻ ആവുമ്പോൾ നിങ്ങൾ കിങ് ആവും. അത് ഉറപ്പാണ്. കാൽക്കുലേഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിനാണ് ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ ക്വസ്റ്റിനും ഞാൻ ഇങ്ങനെ എടുത്ത് പ്രാക്ടീസും ഫൗണ്ടേഷനും എല്ലാം നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ദ വോളിയം ഓഫ് മെറ്റാലിക് സിലിണ്ടറിക്കൽ പൈപ്പ് വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ റേഡിയസ് വന്നിട്ടുണ്ട്. തിക്നെസ് വന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ പൈപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇതൊരു ഹോളോ സിലിണ്ടറാണ്. അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെ വോളിയം πr² h ആണ്. πr² hന്റെ വാല്യൂ വന്നിട്ടുള്ളത് എത്ര? 3566 എന്ന് പറഞ്ഞാൽ പൈ 22/7 ഇൻറ്റു r². r² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഹോളോ ഇതാണ്. അപ്പോൾ അതായത് ഇന്റേണൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര? തിക്നെസ് 3 ആണെങ്കിൽ ഇത് എക്സ്റ്റേണൽ റേഡിയസ് ആണ്. അതായത് ഇങ്ങനെ ഇരിക്കും. രണ്ട് സാധനമുണ്ട്. അപ്പോൾ ഇന്റേണൽ റേഡിയസും എക്സ്റ്റേണൽ റേഡിയസും. എക്സ്റ്റേണൽ റേഡിയസ് 12ഉം ഈ തിക്നെസ് ഇതാണ് 3 സെൻറ്റിമീറ്റർ. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ടോട്ടൽ 12 ഉണ്ട്. അതിൽ നിന്ന് 3 കുറച്ചാൽ 9 ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഇന്റേണൽ റേഡിയസ്. അപ്പോൾ എക്സ്റ്റേണൽ റേഡിയസ് 12 ആണെങ്കിൽ തിക്നെസ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് തിക്നെസ്. എന്ത് കിട്ടും? അകത്തുള്ള റേഡിയസ് കിട്ടും. അപ്പോൾ π × r² - ക്യാപിറ്റൽ R² - സ്മോൾ r² × h ആണ്. അപ്പോൾ 12ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ ഇൻറ്റു h ആണ്. h എന്ന് പറഞ്ഞാൽ എത്രയാണ്? h ആണ് ചോദിച്ചേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചേക്കില്ലേ? നമുക്ക് എന്ത് കിട്ടും? ഇത് 12ൻ്റെ സ്ക്വയർ മൈനസ് 9 a + b × a - b. 21 × 3 ആണ്. അപ്പോൾ 21 ആകുമ്പോൾ ഇത് 3 വന്നു. ബൈ 9 ചെയ്യണം. ഓക്കെ, ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേഷൻ ബൈ 9 വരും. ബൈ 9 × 22. ഡിനോമിനേറ്റർ എത്ര വരും? നമ്മുടെ യൂണിറ്റ് 8 വരും. 8നെ എന്ത് കൊണ്ട് ഗുണിച്ചാൽ 4 വരണം. 8നെ 2 ഗുണിച്ചാൽ 16 ആണ്. ഇതല്ല. 8നെ 8 കൊണ്ട് ഗുണിച്ചാൽ 67 ആണ്. 8നെ 6 ഗുണിച്ചാൽ 48. ഇതല്ല. 0 എന്തായാലും വരത്തില്ല. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. കണ്ടോ? 3564 ബൈ 22 താഴെ വരും. 9 താഴെ വരും. നമുക്ക് h ആണ് വേണ്ടത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിയിലത്തെ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 4 വരും. ഇതിനെയാണ് നമ്മൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത ഒരു കോണിക്കൽ ടെൻറ്റ് വിത്ത് ബേസ് ഡയമീറ്റർ വന്നിട്ടുണ്ട്. ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരു മെയ്ഡ് ചെയ്തു. ആൻ അഡീഷണൽ 10% ക്ലോത്ത് is required as wastage in stitching the line 10. Find the area of the cloth required. Total additional 10% cloth wastage in stitching the 10. Okay, find the area of the cloth required. എത്ര ക്ലോത്ത് വേണം? ഓക്കെ, ടോട്ടൽ ക്ലോത്ത് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ വേണമല്ലോ. സ്റ്റിച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ വേണം. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഇത് 5 12 13 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? πr ആണ്. π × 5 × 13 ആണ്. അതായത് 65 π മീറ്റർ സ്ക്വയർ എന്ത് വേണം? നമുക്ക് എന്ത് വേണം? നമുക്ക് ഓൾറെഡി ആ ക്ലോത്ത് വേണം. അതായത് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിരിക്കും ആ ഒരു കോണിക്കൽ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള പുറത്തുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടി ഇതിൻ്റെ 10% കൂടെ അധികം വേണം. അതായത് 10% എത്രയാണ്? 6.5 π. അപ്പോൾ ടോട്ടൽ എത്ര വേണം? 65 6.5 71.5 π എന്ത് വേണം? മീറ്റർ സ്ക്വയർ ക്ലോത്ത് അതിന് വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഏരിയ ഓഫ് എ ബേസ് ഓഫ് എ കോൺ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. കോൺ ഈസ് റീമോൾഡഡ് ടു ഒബ്റ്റെയിൻ എ സോൾഡ് സ്ഫിയർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സ്ഫിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ദ ബേസ്, സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിനകത്ത് ഈ 64 π എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ള ബേസിൻ്റെ πr² ആണ്. πr² ആണ് 64 π. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? r² 64 ആണ്. 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് 8, സ്ലാൻഡ് ഹൈറ്റ് 17. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 8 15 17 എന്താണ്? ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം 4 എന്താ? സ്ഫിയറും
ഇതാണ് കോണുമാണ്. 1/3 പൈ ആർ സ്ക്വയർ വെച്ച് 1/3 4/3 അതും വെട്ടിപ്പോവും. അപ്പോൾ പൈയും വെട്ടിപ്പോവും. ആർ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64 ഇൻറ്റു എച്ച് 15 ഈക്വൽ ടു നമുക്ക് റേഡിയസ് ആണ് 4/3. 4 ഇവിടെ വേണം, 3 പോയി, പൈ പോയി, ആർ ക്യൂബാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ആണ്, ആറിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 4 വെച്ച് വരുമ്പോൾ 16 × 15 240. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 240 ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 8 × 30 ആണ് 240. 8 റൂട്ടിന് ക്യൂബ് റൂട്ട് ഓഫ് 8 × 30. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 പുറത്ത് വരുമ്പോൾ 2 വരും. 2 ഇൻറ്റു ക്യൂബ് റൂട്ട് 30, 2 ഇൻറ്റു ക്യൂബ് റൂട്ട് 30. ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. ഇതിനെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മാക്സിമം എനിക്ക് വേണമെങ്കിൽ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം, 7 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചു. 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എനിക്കറിയാം. ഇതുവരെ നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ എൻ്റെ മുന്നത്തെ ക്ലാസ്സുകളും ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളും കണ്ടു കാണും. നിങ്ങളുടെ കാൽക്കുലേഷൻ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ക്ലാസ്സുകൾ പോലെയല്ല കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നു അതേ സമയത്ത് തന്നെ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സീരിയസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് പഠിക്കുന്നത് എന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരിക്കും. അതിനി പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായാലും പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും എന്താണ് ഇത് പ്രാക്ടീസാണ്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ നന്നായിട്ട് എത്ര നന്നായിട്ട് പഠിക്കുന്നു അത്ര നന്നായിട്ട് പഠിക്കുക. ചാനലിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുള്ളവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. ഇത്രത്തോളം നിങ്ങളുടെ മാത്സിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി കാണും. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ വന്നിട്ടുണ്ട് പാഴത്ത് പോലെ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 πr സ്ക്വയർ. അപ്പോൾ 4 πr² നമുക്ക് ആർ സ്ക്വയർ ഈക്വൽ ടു 24 64 4 ഇവിടെ വരുന്നത് താഴെ വരും, പൈ ഇവിടെ വരുന്നത് ഇവിടെ 22 ആവും, ഇത് 7 ആവും. ഇതാണ് ആർ സ്ക്വയർ. നമുക്ക് എന്ത് വേണം? വോളിയം വേണം. അപ്പോൾ നമുക്ക് 6 കണ്ടുപിടിച്ചല്ലേ പറ്റൂ. വേറെ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, 6 കണ്ടുപിടിച്ചു എങ്കിൽ ആർ ക്യൂബ് കിട്ടും. അപ്പോൾ 6 കിട്ടാൻ വേണ്ടി വേണം ഡയറക്റ്റ് 22 വെച്ച് കിട്ടിയാലോ. 88 വേണ്ട, 22 വെച്ചിട്ടാണ്. 22 1 26 1 44 2 118 112 എന്ന് പറയുമ്പോൾ 28 അല്ലേ? 28 ആണ്. 28 × 7 196. 6 എന്ന് പറഞ്ഞാൽ 196ൻ്റെ റൂട്ട് 14 എന്ന് വരും. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 4/3 പൈ അവിടെ തന്നെ എടുപ്പുണ്ട്. ആർ ക്യൂബ് 14ൻ്റെ ക്യൂബ് 2744. അപ്പോൾ 3 വെച്ച് കിട്ടുമ്പോൾ 9 വേറെല്ലാം 14ൻ്റെ ക്യൂബ് വേറെ ഒന്നും ഇല്ലല്ലോ. 3 ഒക്കെ അവിടെ കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ നോക്കി തന്നെ ചെയ്യണം കേട്ടോ. ഓപ്ഷൻ നോക്കി തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. കാര്യം വെട്ടി 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 2747 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 27 4 108. ഓക്കെ, 4 ഓക്കെ നോക്കാം. 4 16 1 16 1 17. ഓക്കെ, അത് തന്നെ 17 1 28 1 29 2 8 2 10 976 π/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് മെൻസുറേഷൻ 3D ചെയ്തു. ഇന്നലെ 10 12 13 ക്വസ്റ്റ്യൻ നമ്മൾ മെൻസുറേഷൻ 2D ചെയ്തു. അപ്പോൾ ഏകദേശം 35ഓളം ക്വസ്റ്റ്യൻ, 15ഓളം ചെയ്തെന്ന് തോന്നുന്നു. 35ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ അതിലും ചെയ്തു. 20 കൂടുതൽ ചെയ്തു. ടോട്ടൽ 40+ ക്വസ്റ്റ്യൻസ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ ചാപ്റ്ററിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ചെയ്തിട്ടുണ്ട് 40 ക്വസ്റ്റ്യൻ. ബാക്കി മെൻസുറേഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. 5 ആൻസേഴ്സിനോട് ചേർത്ത്. അപ്പോൾ എല്ലാത്തിനും 40ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ എന്തായാലും ഇതേ ക്ലാസ് ഇതേ സ്പീഡിൽ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും കാണുക, എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, നോട്ട് എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ജൂലൈ 1 എക്സാം. വെറും 20 ദിവസം കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നന്നായിട്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക. അപ്പോൾ അത് ഈ എക്സാമിന് അല്ലെങ്കിൽ തൊട്ടടുത്ത എക്സാമിന് അത് യൂസ് ആവും. അതുകൊണ്ട് എക്സാംസ് എല്ലാം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക, സെറ്റായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ എല്ലാവർക്കുമായിട്ട് ഇത്രയും നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു ചാനലും ഞാൻ ഇത് പറയാം ഇനി ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങളുടെ മലയാളത്തിൽ ഇതേപോലെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.